ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ്റലിജെ IDEയുടെ സഹായത്തോടുകൂടെ നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതി. ഈ വീഡിയോയിൽ നമ്മൾ IDEയുടെ സഹായമില്ലാതെ ഒരു ജാവ പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ IDE ഉപയോഗിച്ച് ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ എന്തൊക്കെയാണ് ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്നത് എന്നതിനൊരു ബേസിക് പിക്ചർ തരാനാണ്. എല്ലാവരുടെയും സിസ്റ്റത്തിൽ JDK ഇൻസ്റ്റാൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. JDK ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്കായി ഇൻസ്റ്റാളേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സജഷൻ കൂടെയുണ്ട്. എന്താണ് കമ്പൈൽഡ് ലാംഗ്വേജസ്, എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ്. അത് കാണുന്നത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിതിന് ഹലോ വേൾഡ് വിത്തൗട്ട് IDE എന്ന പേരാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ നോട്ട് പാഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി നമുക്ക് ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിക്കാം. ക്ലാസ് സ്പേസ് ക്ലാസിൻ്റെ പേര്. നമുക്ക് ഹലോ വേൾഡ് എന്ന ക്ലാസ് നെയിം കൊടുക്കാം. എന്നിട്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, പിന്നീട് ക്ലോസ് ചെയ്യുക. ഈ കീവേഡ്സൊക്കെ എന്താണെന്ന് വരും വീഡിയോകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് കോഡ് എഴുതിപ്പോയാൽ മതി. ഈ ക്ലാസ്സിനകത്ത് വരുന്ന എല്ലാ കോഡും ഈ കേർലി ബ്രേസസിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനിടയിലാണ് എഴുതുക. അടുത്തതായി നമുക്കൊരു മെയിൻ മെത്തേഡ് എഴുതണം. മെത്തേഡ്സ് എന്താണ്, എസ്പെഷ്യലി മെയിൻ മെത്തേഡ് എന്താണ് എന്നൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ മെയിൻ മെത്തേഡിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാക്കുക. ഏതൊരു ജാവ പ്രോഗ്രാമിങ്ങിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് മെയിൻ മെത്തേഡ്. നമ്മൾ ജാവ പ്രോഗ്രാംസ് എഴുതുമ്പോൾ മെയിൻ മെത്തേഡിൽ നിന്നാണ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ മെയിൻ മെത്തേഡ് എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, സ്ട്രിംഗ് args. ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ ക്ലോസിങ്. ഇനി ഒരു കർലി ബ്രേസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അപ്പോൾ നമ്മുടെ മെയിൻ മെത്തേഡിനകത്ത് വരുന്ന എല്ലാ കോഡും ഈ കർലി ബ്രേസസിനിടയിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ലൈൻ ഓഫ് കോഡ് എഴുതാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ബ്രാക്കറ്റ്സിനകത്ത് ഡബിൾ കോട്ട്സിൽ ഹലോ വേൾഡ്, എന്നിട്ട് ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു ഒരു സെമി കോളനും ഇടുക. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കോഡ് എഴുതുമ്പോൾ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. ജാവയിലെ കീവേഡ്സ് എല്ലാം കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് കോഡെല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. ഈ കോഡിൽ 4 സ്ഥലത്ത് മാത്രമേ നമ്മൾ അപ്പർ കേസ് യൂസ് ചെയ്തിട്ടുള്ളൂ. 1 ക്ലാസ് നെയിമായ ഹലോ വേൾഡിൽ, 2 സ്ട്രിങ്ങിൻ്റെ S, 3 സിസ്റ്റമിലെ S, പിന്നെ പ്രിൻ്റ് ചെയ്യുന്ന ഹലോ വേൾഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റിലും. ഇപ്പോൾ നമ്മുടെ കോഡ് റെഡിയാണ്. ഇനി ഈ ഒരു കോഡിനെ ജാവ ഫയലായി സേവ് ചെയ്യണം. അതിനായി ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിം നമുക്ക് ഹലോ വേൾഡ് ഡോട്ട് ജാവ എന്ന് കൊടുക്കാം. അതുപോലെ ടൈപ്സിൽ ഓൾ ഫയൽസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ സേവ് ചെയ്യുക. കഴിഞ്ഞ വട്ടം നമ്മളിതിനെ IDE ഉപയോഗിച്ചുകൊണ്ടാണ് റൺ ചെയ്തത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയതെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കമ്പൈലിംഗ് എന്ന പ്രോസസ്സ് ചെയ്യണം. കമ്പൈലിംഗ് എന്നത് നമ്മുടെ കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ഒരു ഷോർട്ട് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. സോ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ആദ്യം കോഡ് കമ്പൈൽ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ജാവ ഫയലിരിക്കുന്ന ഫോൾഡറിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. പല രീതിയിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയും. 1, മേലെ കാണുന്ന അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക.
ഇതാണ് ഒരു രീതി. 2. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൾഡറിനകത്ത് പോവുക. എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അങ്ങനെയും ഈസിയായി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് കോഡ് കമ്പൈൽ ചെയ്യാം. അതിനായി കമാൻഡ് പ്രോംപ്റ്റിൽ javac സ്പേസ് നമ്മുടെ ജാവ ഫയലിൻ്റെ പേര്. നമ്മുടെ ജാവ ഫയലിൻ്റെ പേര് helloworld.java എന്നാണ്. സോ javac helloworld.java എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി ഇത് കമ്പൈലായോ എന്ന് ചെക്ക് ചെയ്യാം. കമ്പൈലിംഗ് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു ഡോട്ട് ക്ലാസ് ഫയൽ ലഭിക്കണം. നമ്മുടെ ജാവ ഫയൽ ഇരിക്കുന്ന ഫോൾഡറിൽ പോയി നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഡോട്ട് ക്ലാസ് ഫയൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫയൽ ഓപ്പൺ ആക്കി നോക്കിയാലും നമുക്കൊന്നും മനസ്സിലാകില്ല. കാരണം മെഷീൻസിന് മാത്രം മനസ്സിലാകുന്ന ഒരു ബൈറ്റ് കോഡിലേക്ക് നമ്മുടെ കോഡ് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഡോട്ട് ക്ലാസ് ഫയലിനെയാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. അതിനായി വീണ്ടും കമാൻഡ് പ്രോംപ്റ്റിൽ പോകാം. എന്നിട്ട് ജാവ സ്പേസ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഹലോ വേൾഡ് എന്നത് നമ്മുടെ ഡോട്ട് ക്ലാസ് ഫയലിൻ്റെ പേരാണ്. സോ നമുക്കിപ്പോൾ സക്സസ്ഫുള്ളി ഹലോ വേൾഡ് എന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. IDE യൂസ് ചെയ്ത് റൺ ചെയ്യുമ്പോഴും ഈ 2 പ്രോസസ്സ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഇനി നമ്മൾ ഈ കോഡിൽ മോഡിഫിക്കേഷൻ വരുത്തിയാലും ഈ 2 പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. സോ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ജാവ ഫയലിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ഹലോ വേൾഡിൽ നിന്ന് ഹലോ ജാവ എന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് ഹലോ വേൾഡ്. ഇപ്പോൾ നമുക്ക് പഴയ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചത്. സോ നമ്മൾ ഓരോ കോഡ് ചേഞ്ചിന് ശേഷവും കോഡ് കമ്പൈൽ ചെയ്യണം. javac സ്പേസ് ഹലോ വേൾഡ് ഡോട്ട് ജാവ. ഇപ്പോൾ കോഡ് കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി റൺ ചെയ്യാം. ജാവ സ്പേസ് ഹലോ വേൾഡ് എൻ്റർ. ഇപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഹലോ ജാവ എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ജാവ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മുമ്പോട്ടുള്ള യാത്രക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.